Hello, good morning. Welcome to Learning Now. നമ്മൾ ഈ ഒരു വീഡിയോയിൽ അസിസ്റ്റന്റ് പ്രൊഫസറിലെ സിലബസിലുള്ള മൊഡ്യൂൾ 8 കമ്മ്യൂണിക്കേഷൻ എന്നുള്ളൊരു മൊഡ്യൂളിന്റെ കുറേ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ദിവസമായിട്ട് ഓരോ മൊഡ്യൂളിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നാളെ നമുക്ക് ഇന്ന് പോകാനുള്ളത് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ, അതായത് മൊഡ്യൂൾ 8ലുള്ള കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്. ഓക്കെ, അപ്പോൾ അതിലുള്ള ഓരോന്നിൻ്റെയും PCM ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, അങ്ങനെയുള്ള ഓരോ വീഡിയോസും നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് കുറേ MCQ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഓവറോൾ ആയിട്ട് ആ മൊഡ്യൂളിലുള്ള കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ, an ideal power limited communication channel with additive white Gaussian noise having 4 kHz bandwidth and the signal to noise ratio is 255. Then the channel capacity. അപ്പോൾ നമുക്ക് ചാനൽ കപ്പാസിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വൈറ്റ് ഗോഷ്യൻ നോയ്സിന്റെ ബാൻഡ് വിഡ്ത്ത് നമുക്ക് 4 kHz തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സിഗ്നൽ ടു SNR നമുക്ക് തന്നിട്ടുണ്ട് 255. സോ ചാനൽ കപ്പാസിറ്റി എത്രയെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓപ്ഷൻ ഡി 32 kbps ആണ് നമുക്ക് ആൻസർ വരുന്നത്. 32 kbps. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഷാനോൺസ് ചാനൽ കപ്പാസിറ്റി ഈസ് ദ മാക്സിമം ബിറ്റ്സ് ദാറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് എറർ ഫ്രീ. എറർ ഇല്ലാതെ നമുക്ക് മാക്സിമം ബിറ്റ്സ് എത്രത്തോളം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ അതിനെയാണ് നമ്മൾ ചാനൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ നമ്മൾ അതിനെ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ C is equal to B log 2 1 plus S/n ബിറ്റ്സ് എന്നുള്ളതാണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, S/n എന്ന് പറഞ്ഞാൽ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ ബാൻഡ് വിഡ്ത്ത് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇൻ ദി dBയിലല്ല നമുക്ക് വേണ്ടത് ഇതിൽ. ഓക്കെ, സോ നമുക്ക് എത്ര തന്നിരിക്കുന്നത് നോക്കൂ. ബാൻഡ് വിഡ്ത്ത് 4 kHz തന്നിട്ടുണ്ട്, SNR എന്നുള്ളത് 255 തന്നിട്ടുണ്ട്. സോ നമുക്ക് C കണ്ടുപിടിച്ചൂടെ. C is equal to 4 log 2 of 1 plus 255 kbps. That is equal to നമ്മൾ സോൾവ് ചെയ്യുന്നത് നമുക്ക് വരുന്നത് എത്രയാണ് 32 kbps ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, സോ നമുക്ക് ചാനൽ കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ഇത് എന്താണ്, ഷാനോൺസ് ചാനൽ കപ്പാസിറ്റി തിയറം ആണ്. ഞാൻ ഇക്വേഷൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. സോറി, ഇക്വേഷൻ ഒന്ന് നമുക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് വരുന്നത്. C is equal to B log 2 into 1 plus S/n ബിറ്റ്സ് ആണ്. ഓക്കെ, ഇതിൽ S എന്ന് പറഞ്ഞാൽ എന്താണ്, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ, അതുപോലെ തന്നെ C എന്ന് പറയുന്നത് ചാനൽ കപ്പാസിറ്റി ആൻഡ് B is the ബാൻഡ് വിഡ്ത്ത് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, if the desired transmission bit rate for a coherent binary FSK system is 4 kbps, then the best possible interval between the carrier is. അപ്പോൾ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ആ ഒരു കരിയർ ഇന്റർവൽ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി 0.5 milliseconds ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, RB തന്നിട്ടുണ്ട്, 4 kbps തന്നിട്ടുണ്ട്. FSK ആണെങ്കിൽ ബെസ്റ്റ് പോസിബിൾ ഇന്റർവൽ ബിറ്റ്വീൻ ദ കാരിയേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് നമുക്ക് വരുന്നത്. del t is equal to 2/RB ആണ്. del t, that is the എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ, എന്താണ് കണ്ടുപിടിക്കേണ്ടത്, it is the best possible interval between the carriers ആണ്. del t is equal to 2/RB ആണ്. അപ്പോൾ നമുക്ക് RB യുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. സോ del t is equal to 2/4 kbps, that is equal to 0.5 milliseconds ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആ ഒരു പോസിബിൾ ഇന്റർവൽ ബിറ്റ്വീൻ ദ കാരിയേഴ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, in a digital communication system the employing FSK and the 0 and 1 bits are represented by the sine waves of 10 kHz and 25 kHz respectively. These waveforms will be orthogonal for a bit interval. അപ്പോൾ ബിറ്റ് ഇന്റർവെല്ലാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. സോ ഇറ്റ് ഈസ് 200 മൈക്രോസെക്കൻഡ്സ്. ബി അതായത് 200 മൈക്രോസെക്കൻഡ്സ് ആണ്. അപ്പോൾ നമുക്ക് ഓർത്തോഗണൽ ആകുമ്പോൾ അതിന് വേണ്ട ഒരു ബിറ്റ് ഇന്റർവെൽ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സോ നമുക്ക് അതിനുള്ള ഒരു ഇക്വേഷൻ, അതായത് എന്താണ്, f1 minus f2 modulus of f1 minus f2 which is equal to n/tb. അതേപോലെ തന്നെ f1 plus f2 is equal to m/tb. ഈ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനുള്ളത് അല്ലേ. ഓക്കെ, സോ നമുക്ക് f1 തന്നിട്ടുണ്ട്. f1 എത്ര തന്നിരിക്കുന്നത് 10 kHz ആൻഡ് f2 എന്ന് പറയുന്നത് 25 kHz നമുക്ക് തന്നിട്ടുണ്ട്. സോ 15 kHz അല്ലെ, 10 മൈനസ് 25 മൈനസ് അല്ലെങ്കിൽ f1 മൈനസ് f2 that is equal to 15 kHz ആണ്. that is equal to n/tb ആണ്. അതേപോലെ രണ്ടും കൂടി ആഡ് ചെയ്താൽ f1 plus f2 എന്ന് പറയുന്നത് നമുക്ക് 35 that is equal to m/tb ആണ്. So it is possible for 1/tb is equal to 5 kHz with the minimum m and n value. അപ്പോൾ നമുക്ക് മിനിമം m ഉം n ഉം വാല്യൂ വേണമെങ്കിൽ 1/tb എന്ന് പറയുന്നത് 5 kHz ആണ്. ഓക്കെ, സോ tb is equal to നമുക്ക് എത്ര വരും 200 മൈക്രോസെക്കൻഡ്സ് ആണ്. മിനിമം വാല്യൂ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ 200 മൈക്രോസെക്കൻഡ്സ് ആണ് വരുന്നത്.
phase shift keying modulator with a carrier frequency of 70 MHz and the input bit rate of 10 megabits per second. Then the maximum upper side frequency USF and minimum lower side frequency LSF are respectively. Option B 75 MHz and 65 MHz ആണ്. Okay. നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? USF maximum upper side frequency അതുപോലെ തന്നെ minimum lower side frequency ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ maximum upper side frequency യുടെ ഇക്വേഷൻ എന്താണ്? FC plus RB/2 അല്ലേ? FC plus RB/2 ആണ്. അപ്പോൾ LSB എന്തായിരിക്കും വരിക? FS അല്ലെ? FC മൈനസ് വരും നമുക്ക്. പ്ലസ് ആണെങ്കിൽ ദാറ്റ് ഈസ് അപ്പർ സൈഡ് ആൻഡ് ലോവർ സൈഡ് മിനിമം ആണെങ്കിൽ നമുക്ക് ഇറ്റ് ഈസ് ഇൻ മൈനസിൽ വരണം. ഓക്കെ, FC മൈനസ് RB ആണ്. അപ്പോൾ FC എന്ന് പറഞ്ഞാൽ എന്താണ്? കരിയർ ഫ്രീക്വൻസി. RB ഇസ് ദ ഇൻപുട്ട് ബിറ്റ് റേറ്റ് ആണ്. ഓക്കെ, ഇൻപുട്ട് ബിറ്റ് ആണ് കേട്ടോ. ഓക്കെ, സോ RB is equal to 10 megabits per seconds ആണ് നമുക്ക്. അതുപോലെ തന്നെ FC is equal to 70 megabits. നമുക്ക് ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ? FC plus RB/2 that is equal to 70 plus 10/2 that is equal to 75 megabits വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ നമുക്ക് മിനിമം ആയിട്ട് വരുമ്പോൾ എത്ര വരുന്നത് നോക്കൂ. മിനിമം ലോവർ സൈഡ് ഫ്രീക്വൻസി FC minus RB/2. FC എന്ന് പറയുന്നത് 70 ആണ്, മൈനസ് 10/2. 10/2 means 5. അപ്പോൾ 70 minus 5 that is equal to 65 വരും. ഓക്കെ, ഈ ഒരു ഇക്വേഷനിലാണ് നമുക്ക് മാക്സിമം USBയും അതുപോലെ തന്നെ മിനിമം LSBയും കണ്ടുപിടിക്കാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇഫ് EB the energy per bit of a binary digital signal is 10 to the power minus 5 watt second and the one side power spectral density of the white noise N0 is equal to 10 to the power minus 6 W per watts per hertz, then the output SNR matched filter ന്റെ output SNR എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 13 dB ആണ്. എത്രയാണ്? 13 dB. In a matched filter, the filter response is shaped according to the input signal waveform. Input signal waveformനെ ഇതിനനുസരിച്ചിട്ടാണ് നമ്മുടെ matched filterന്റെ ഒരു filter response നമ്മൾ ഷേപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നോക്കൂ, ഔട്ട്പുട്ട് SNR ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. So the equation for the output SNR is equal to SNR max is equal to 2EB/N0. 2EB/N0. This is the equation for the SNR max. Okay, maximum SNR നുള്ള ഇക്വേഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, സോ നമുക്ക് കണ്ടുപിടിക്കാൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? EB നമുക്ക് എത്രയാണെന്ന് അറിയാം, 10 to the power minus 5. N0 is the 10 to the power minus 6. So SNR max is equal to 2EB/N0. 2 into 10 to the power minus 5 divided by 10 to the power minus 6 അല്ലേ? അപ്പോൾ നമുക്ക് ഈ മൈനസ് 5ഉം ഇതിലുള്ള 6ലുള്ള 5 ക്യാൻസൽ ചെയ്താൽ 10 മാത്രം വരും. 2/10 to the power minus 1 ആണ് നമുക്ക് വരുന്നത് അല്ലേ? അപ്പോൾ 20 വരും. So SNR max is equal to 10 log 10 of 20 that is equal to 13 dB ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, in a PCM system each quantization level is encoded into 6 bits. Then the signal to quantization noise ratio option C 38 dB ആണ് നമുക്ക് വരുന്ന റൈറ്റ് ആൻസർ. 38 dB. അപ്പോൾ എങ്ങനെയാണ് കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. So the SQNR signal to quantization noise that is equation എന്താണ്? 1.8 plus 6 into n ആണ്, where n is the number of bits ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന number of bits എത്രയാണ്? 6 ആണ് തന്നിരിക്കുന്നത് അല്ലേ? So SQNR is equal to 1.8 plus 6 into 6 that is equal to 37.8 വരും, which is approximately equal to 38 ആണ് വരുന്നത്. Okay, option C ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, in a PCM system if quantization level is increased from 2 to 4 then the relative bandwidth required will be twice. Bandwidth നമുക്ക് twice ആവണം. Okay, so നോക്കൂ, നമുക്ക് തന്നിരിക്കുന്നത് L1 എന്ന് പറയുന്നത് 2 raised to n1 ആണ്, that is equal to 2 ആണ്. അപ്പോൾ n1 which is equal to 1 എടുക്കണം, എന്നാലല്ലേ നമുക്ക് ഇവിടെ 2 വരുള്ളൂ. Then L2 is equal to എനിക്ക് എന്ത് വരും? 2 raised to n2. അതായത് നമുക്ക് ഇനിഷ്യലി 1 എന്നുള്ളതാണ് 4 ആക്കാൻ പോകണം അല്ലേ? ഇവിടെ എനിക്ക് 2 വന്നു, 2നെ ഞാൻ 4 ആക്കണം. സോ n2 is equal to ഇവിടെ എനിക്ക് 4 വരണമെങ്കിൽ n2ന്റെ വാല്യൂ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി 2 ആയിരിക്കണം അല്ലേ? സോ ബാൻഡ്വിഡ്ത്ത് is equal to എന്താണ്? nfs ആണ്. ബാൻഡ്വിഡ്ത്ത് 1 എന്ന് പറയുന്നത് n1 into fs that is equal to fs വന്നു. ബാൻഡ്വിഡ്ത്ത് 2 is equal to n2 into fs. n2 നമുക്ക് എത്ര കിട്ടുന്നത്? 2 ആണ്. സോ 2fs വരും. അപ്പോൾ ബാൻഡ്വിഡ്ത്ത് ഷുഡ് ബി ട്വൈസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ PCM സിസ്റ്റത്തിന്റെ ക്വാണ്ടിസേഷൻ ലെവൽ 2ൽ നിന്ന് 4ലേക്ക് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ the bandwidth also will be increased to twice. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, a binary channel with a capacity
36 kilobits per second is available for PCM voice transmission. If the signal is band limited to 3.2 kilohertz, then the appropriate values of quantization level and sampling frequency. Quantization level and sampling frequency ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. So നമുക്ക് ഓപ്ഷൻ ബി which is the correct answer 32 and 7.2 kilohertz. അപ്പോൾ quantization level എന്ന് പറയുന്നത് 32 ആണ്, അതുപോലെ തന്നെ sampling frequency എന്ന് പറയുന്നത് 7.2 kilohertz ആണ്. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. Okay. അപ്പോൾ the band limited signal അല്ലെങ്കിൽ മെസ്സേജ് സിഗ്നൽ FM is equal to 3.2 kilohertz നമുക്ക് തന്നിട്ടുള്ളതാണ് ക്വസ്റ്റ്യന്റെ. അപ്പോൾ sampling frequency must be at least FS should greater than or equal to FM 2 FM അല്ലേ? FS should greater than or equal to 2 FM ആണ് വരുന്നത്. So FS should greater than or equal to 2 into FM എന്ന് പറഞ്ഞാൽ 6.4 വരും. 2 into 3.2 എന്ന് പറയുന്നത് 6.4 kilohertz ആണ്. അപ്പോൾ FS എന്ന് പറയുന്നത് നമുക്ക് 6.4 കിലോഹെർട്സിന് എബോവ് വേണം. നമുക്ക് ഓപ്ഷനിൽ രണ്ട് ഓപ്ഷൻ ആണുള്ളത്, എയും ബിയും ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് വരുന്നത് 7.2 ആണ്. അപ്പോൾ നമ്മൾ FS എന്നുള്ളത് 7.2 എടുത്തു. അപ്പോൾ എയും ബിയും നമുക്ക് ഓപ്ഷനിൽ വന്നിട്ടുണ്ട് 7.2 എന്നുള്ളത്. Again, channel capacity equation എന്താണ് നമുക്ക് വരുന്നത്? The channel capacity of the PCM system is equal to n into FS ആണ് അല്ലേ? അപ്പോൾ നമുക്ക് സാമ്പിളിംഗും കണ്ടുപിടിക്കണം, ക്വാണ്ടിസേഷൻ ലെവലും കണ്ടുപിടിക്കണം. സോ n into FS ആണ് വരുന്നത്. സോ നമുക്ക് കണ്ടുപിടിച്ചൂടെ n into FS, n is equal to നമുക്ക് കണ്ടുപിടിക്കണം. FS is equal to നമുക്ക് തന്നിട്ടുണ്ട്, അതായത് നമ്മൾ 7.2 ആണ് നമ്മൾ എടുത്തിട്ടുണ്ട്. 36 kbps എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. So n into 7.2 is equal to 36 kbps. So n is equal to 36 by 7.2 is equal to n is equal to 5 കിട്ടിയിട്ടുണ്ട്. Then number of quantization level L is equal to എത്രയാണ് വരുന്നത്? quantization level ഇക്വേഷൻ എന്താണ്? L which is equal to 2 raised to n ആണ്. 2 raised to n. അപ്പോൾ n നമുക്ക് 5 ആണ്. അപ്പോൾ 2 raised to 5 that is equal to 32. So 32 quantization levels ഉം അതുപോലെ തന്നെ what is the FS എന്ന് പറയുന്നത് 7.2 kilohertz. അപ്പോൾ ഇത് രണ്ടും കൂടി വന്നിരിക്കുന്നത് നമുക്ക് ഓപ്ഷൻ ബി യിലാണ് ആൻസർ വരുന്നത്. ഓക്കേ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. A signal occupies a band of 5 kilohertz and 10 kilohertz. For proper error-free reconstruction, at with what rate it should be sampled? അപ്പോൾ ഒരു എറർ ഫ്രീ റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഏതൊരു റേറ്റിലാണ് നമ്മൾ അതിനെ സാമ്പിൾ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 10 കിലോഹെർട്സിലാണ് നമുക്കത് സാമ്പിൾ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് നോക്കാം. അപ്പോൾ നോക്കൂ, നമുക്ക് തന്നിരിക്കുന്നത് FH തന്നിട്ടുണ്ട് 10 കിലോഹെർട്സ്, FL തന്നിട്ടുണ്ട് 5 കിലോഹെർട്സ്. അപ്പോൾ സാമ്പിളിംഗ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താണ്? FS that is should greater than or equal to എന്താണ് 2FH by K എന്നുള്ള ഇക്വേഷൻ ആണ്. ഓക്കെ, FS should greater than or equal to 2FH by K ആണ്. where K യുടെ ഇക്വേഷൻ എന്താണ്? FH by FH minus FL ആണ് അല്ലേ? FH ഹൈ ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ട്, ലോ ഫ്രീക്വൻസി നമുക്കറിയാം. അപ്പോൾ K യുടെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? അപ്പോൾ K is equal to എനിക്ക് എന്ത് വരും? K 10 minus 10 divided by 10 minus 5 that is equal to 10 by 5 is equal to 2. K is equal to 2 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ FS കണ്ടുപിടിച്ചൂടെ? FS should greater than or equal to 2FH ആണ്. അപ്പോൾ 2 into FH 10 divided by K is equal to 2. So 10 kilohertz. So the rate should be sampled at 10 kilohertz ആണ് വരുന്നത്. Okay. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. In a PCM, amplitude levels are transmitted in 7 unit code. The sampling is done at the rate of 20 kilohertz. Then the bandwidth should be 70 megahertz. 70 megahertz ആണ് അതിന്റെ bandwidth ആയിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ bit rate, that is PCM bandwidth is half of the bit rate. Bandwidth എന്ന് പറയുന്നത് bit rateന്റെ half ആണെന്നാണ് പറയുന്നത്. PCM bandwidth is half of the bit rate ആണ്. bit rateന്റെ half ആണ് എന്ന് പറയുന്നത് PCM ന്റെ bandwidth. അപ്പോൾ bit rate is equal to 20 into 7 അല്ലേ? 20 kilohertz into 7 ആണ്. So 20 into 7 140. Bandwidth is equal to bit rate by 2 ആണ്. So 140 by 2 is equal to 70. So 70 megahertz ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മൊഡ്യൂൾ 8 കമ്മ്യൂണിക്കേഷനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.